Cimban. Apal. Konan. Guys, അങ്ങനെ ഞങ്ങളെ കാട്ടിലേക്ക് കയറി guys. Yes guys. കാട്ടിലേക്ക് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കയറി. അതെ. കുറച്ചുകൂടെ ഭയങ്കര അടച്ചാണ്. പിന്നെ എന്താ പറയാ, അവര് പറഞ്ഞിട്ടുണ്ട് 5 കിലോമീറ്ററിനുള്ളിൽ വണ്ടി നിർത്തരുത്. ഒരുപാട് മൃഗങ്ങളെ അനിമൽസിന് വരും, വണ്ടിയുടെ മുന്നിൽ വരും, അപ്പുറത്തും നിൽക്കുന്നുണ്ടാവും, ക്രോസ് ചെയ്യും. ഒരിക്കലും ഓട്ടോ എടുക്കാൻ ആക്രമണം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ തന്നു, നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. യെസ്, അപ്പൊ കൊടുങ്കാടാണ്, കൊടുങ്കാട്. ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണല്ലോ എന്ന് ജഗതിച്ചേട്ടൻ പണ്ട് പറഞ്ഞത് ഓർമ്മ വരുന്നു. ഇവിടെ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഇന്ന് വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, റെസ്റ്റ് ആയിരിക്കും. അതെ, പിന്നെ എന്താ പറയാ, നല്ല തണവ്, ഒരു കിടില അറ്റ്മോസ്ഫിയർ ആണ് ഗൈസ്. ഇപ്പൊ ഈ സമയത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മള് വൈകുന്നേരം എന്തായിരിക്കും അറിയില്ല. ഞങ്ങള് ഓവർകോട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. പെട്ടെന്ന് നേരം വെളുത്തു ഗൈസ്. അവിടെ മുഴുവൻ ഇരുട്ട് ഗൈസ്. യെസ് ഗൈസ്, നമ്മള് ഇത്ര നേരം ഇരുട്ടിലായിരുന്നു, പക്ഷെ ഇപ്പൊ പെട്ടെന്ന് വെളിച്ചായി ഗൈസ്. ഓക്കെ, പക്ഷെ ആ സൈഡ് ഭയങ്കര കൊടുങ്കാട്, ഈ സൈഡ് നല്ല വെളുപ്പ്. പുൽമേട്ടില് പ്രവേശിക്കരുതെന്ന് എഴുതിന്റെ. ഇവിടെ ആനകള് വന്നിട്ട് പുല്ല് കഴിക്കുന്നു. ഇവിടെ അവിടെ എഴുതിന്റെ പ്രവേശിക്കരുതെന്ന് എഴുതിന്റെ. ഗൈസ് നോക്കൂ ഗൈസ്, മല, കുന്ന്, അടിവാരം, താഴ്വാരത്തിതാ നമ്മൾ. താഴ്വാരല്ല, നമ്മൾ മുകളില. മൂന്നാറ് പോലെയല്ല, സൈലന്റ് ഏരിയ. യെസ് ഗൈസ്, നമ്മളൊരു കോട്ടേജ് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. എന്താ രസം നോക്കിയാൽ, ഇങ്ങനെ പല ഊട്ടിയിലേക്കുള്ള പോലത്തെ മരങ്ങളും. ചിമ്പു ആദ്യം ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ടോ ഗൈസ്? ചിമ്പു രണ്ടാളും മോടുത്ത് കളിക്കാണ് ഗൈസ്. നമ്മുടെ ചിത്രം സിനിമയിലും താളവട്ട സിനിമയിലൊക്കെ മോഹൻലാൽ ഓടി വരുന്ന അത് ഊട്ടിയിലാ ഗൈസ്. ഫിർ മരങ്ങൾ, പൈൻ മരങ്ങൾ. ഇവിടെ ഇറങ്ങാൻ പാടില്ല, മൃഗങ്ങളുടെ എന്തെങ്കിലും ഉണ്ടായ പ്രശ്നമാണ്. ഏതൊക്കെ പുല്ല് കഴിക്കാൻ വരുന്നതുകൊണ്ടാണ് പുൽമേട്ടില് കടയിരുന്ന് പറയണത്. ആളുകൾ ഇങ്ങനെ വീഡിയോ ഫോട്ടോ എടുക്കാൻ ഇറങ്ങൂലോ, അതുകൊണ്ട്. പിന്നെ എന്താ പറയാ, ഒരു തിരക്കും അങ്ങനെ ഒന്നും ഇല്ല. ഒരുപാട് പേർക്ക് ഈ സ്ഥലം അറിയില്ല ആക്ച്വലി. നല്ല മണം, ഹെൽത്തി ആയിട്ടുള്ള മണം. നമ്മള് 2 മിനിറ്റ് എത്തും ഗൈസ്. ഇതിന്റെ ഉള്ളിലോട്ടാ നമ്മുടെ കോട്ടേജ് വരിക. കോട്ടേജ് ഇവിടെ ഇതിന്റെ ഉള്ളിലെ കോട്ടേജ്. നമ്മുടെ നാട്ടില് ഇത്രയും ചൂടുള്ളപ്പോ നമ്മുടെ നാട്ടിലല്ലേ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത്
ഇത്രയും തണുപ്പില് നമ്മുടെ അവിടെ 40 ഡിഗ്രി, ഇവിടെ 16 മൈനസ്. മരങ്ങളുടെ വലിപ്പ് നീളം നോക്ക്. അപ്പം മരം ജോലിണ്ട് അവിടൊക്കെ ഭയങ്കര ഇരുട്ട്. ചില സ്ഥലങ്ങളില് വെളിച്ചമില്ല. അതെ. ഓരോരോ കോട്ടേജുകൾ കണ്ട. ഇത് ഫോറസ്റ്റ് ഓഫീസറുടെ സ്ഥലമുണ്ട്. ആതിര കയ്യ കൈസായി അമ്മീ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിക്കുക. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ വന്ന് കൊടുങ്കാട്ടിലാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത്. അല്ലേ ആദിശേ? വൗ ഓസം awesome. Yes. ഇവിടെ പെറ്റ്സിനല്ല അവിടാണ്. അത് നന്നായി. എന്തായാലും നമ്മളിങ്ങനെ പെറ്റ്സിനൊക്കെ വളർത്തുന്നവർക്ക് വേറെ എവിടെയൊന്നും ഏൽപ്പിക്കാനൊന്നും പറ്റില്ല. അവരെന്ത് ചെയ്യുന്നത് നമുക്കൊരു വിഷമായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ചിമ്പുനെ പോലുള്ള പെറ്റ്സ്. കാരണം അവൻ നമ്മുടെ അടുത്ത് മാറിക്കില്ലല്ലോ. നമ്മുടെ കൂടെ തന്നെയാണ് കിടക്കുക, നമ്മുടെ കൂടെ തന്നെ ഫുഡ് കഴിക്കുക. അപ്പോൾ ഇവിടെ അതിന് അവർക്കുള്ള അവരെ കെയർ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഓരോ സംഭവങ്ങളാണ് ഗൈസ് ഈ കാണുന്നത്. കോട്ടേജുകളാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. നമ്മുടെ ചിമ്പുനെ ഇവിടുത്തെ കേജിലാക്കി. നമുക്ക് നമ്മുടെ റൂമിലേക്ക് കയറ്റാൻ പറ്റില്ല. ചിമ്പച്ചോടാ എൻ്റെ പൊന്ന്. ചിമ്പുമണിക്ക് കുറച്ച് ഫ്രീഡുള്ള കേജാണ്. ഇവിടുന്ന് ശരിക്കും 2 കേജാണ്. ഇതിങ്ങനെ തള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കേജാവും. അല്ലെങ്കിൽ ഇത് ചിമ്പുന് അങ്ങോട്ട് നീങ്ങി കളിക്കാനുള്ള കേജ്. ഇവിടെ തന്നെ പാവപാത്രവും വെള്ളപ്പാത്രമൊക്കെ ഇവിടെ ഉണ്ട്. ചിമ്പുന് ഡോഗ് ഫുഡ് ഇട്ടു 2 കഷ്ണം കൊടുത്തു. പക്ഷേ ചിമ്പു കഴിച്ചത് നമ്മളെ മാമല്ല കഴിക്കുക. അല്ല ചിമ്പ നമ്മുടെ ലീഷൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട്. ചിമ്പുവിനോടെ ഒരു കമ്പാനിയൻ ഉണ്ട്. ഇവിടെ ഒരാൾ പേപ്പർ. പേപ്പർ പേപ്പർ ഗുഡ് ബൈ പേപ്പർ. പേപ്പറിനൊക്കെ വാലാട്ടും. പേപ്പർ പേപ്പർ എന്താ ഇത്ര മൈൻഡില്ലാത്ത പേപ്പർ? പേപ്പർ ഹേ ഗുഡ് ബോയ്. ചിമ്പു പെപ്പറായിട്ട് കമ്പനി ആവും. ഫസ്റ്റ് വന്നപ്പോൾ പെപ്പർ ഭയങ്കര കലിപ്പായിരുന്നു. ഇതേ പുതിയ ആള് എന്നുള്ള രീതിയിൽ. അല്ലേ പെപ്പർ? പെപ്പർ അച്ചോ ഇഷ്ടപ്പെട്ടിട്ടില്ലേ ചിമ്പുനെ? അവൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടിലാണ് ചിമ്പു വന്ന് കിടക്കുന്നത്. കൂട്ടുകാരനെ കാണിച്ചരാം. ചിമ്പ പറയാട്ടാ ഒക്കെ വേണ്ടാ. ആ ദിവസം ഇവിടെ ഈ ഒരു ഏരിയ മൊത്തം ഓടി കളിക്കുക. ഹായ് ഗൈസ്. ഇതാണ് നമ്മുടെ ഈ ഒരു മൂന്നാർസം ഈ ഒരു കൂറ്റൻ റിസോർട്ടിന്റെ ഓണർ. ആദീസിന് ഇഷ്ടായി. താടിയും പൊട്ടും. താടിയും മൂടിയല്ല. ഇത് ആണ് ഗൈസ് പെപ്പറിന്റെ കൂട്ടുകാരൻ ജിം. ജിമ്മനാണ്. അത് കാരണം ജിമ്മ് പേരിട്ടോ. ലാബാണ് ഗൈസ്, കുഞ്ഞി ലാബ്. അയ്യോ ജിമ്മിനെ അവിടെ കൊണ്ടിടുമ്പോ ജിമ്മും ജിമ്പും പെപ്പറൊക്കെ ആയിട്ട് കമ്പനിയാവും. ലാസ്റ്റ് തിരിച്ചു വരുമ്പോ രണ്ടാളും കറിയും. ഇപ്പൊ നമ്മളിവിടെ നമുക്കുള്ള ചായ വന്നിട്ടുണ്ട്. ചായ വിളിക്കല്ല പച്ച സംഘവും. നമുക്കുള്ള ചായ വന്നിട്ടുണ്ട് ഗൈസ്. സ്പെഷ്യൽ മൂന്നാർ സ്പെഷ്യൽ. യോ ഗൈസ് നമ്മൾ സ്നാക്സ് എത്തിയിട്ടുണ്ട് ഗൈസ്. സ്മോൾ ബൈറ്റ്സ് സമൂസ. സമൂസ ഇസ് മൈ തിങ് ഗൈസ്. ചായ വട്ടവട.
നമ്മുടെ കോട്ടേജിലേക്ക് സ്വാഗതം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. Guys, ഇത് ഫുള്ള് മണ്ണോണ്ടാണ് ഗൈസ്. അതിന്റെ കൂളിംഗ് ഇതിപ്പോ എടുത്തില്ലാന്നുണ്ടെങ്കിൽ നാളെ ഇതുണ്ടാവില്ല. എടുപ്പൊക്കെ കഴിയുമ്പോ നൈറ്റ് ആംബിയൻസിലാണ് ഞങ്ങൾ ഇത് കാണുന്നത്. ഇതിപ്പോ ബെഡ് അത്യാവശ്യം ആൾക്കൊക്കെ എടുക്കാം. നമുക്ക് പിള്ളേർക്കൊക്കെ പിന്നെ എല്ലാവരുടെയും ഡ്രീമിൽ ഇങ്ങനെയായിരിക്കും. പിന്നെ ദാ ഇവിടെ കോഫി കുടിക്കാനും ഫുഡ് കഴിക്കാനും അങ്ങനത്തെ സംഭവം കാര്യങ്ങളും. പിന്നെ ദാ ഇവിടെ ഒരു ടേബിൾ, പിന്നെ വെള്ളം നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ എപ്പോഴും യൂസ് ചെയ്യണം. ബ്രഷ് അങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഇവിടെ നമുക്ക് നോക്കാൻ ഫാൻ്റെ ആവശ്യമില്ല, AC-യുടെ ആവശ്യമില്ല. അതും ഫുള്ള് ക്ലേ ആണ്. എക്സ്ട്രാ ബെഡ് ഒക്കെ ഉണ്ട് കേട്ടോ. പിള്ളേര് വേറെ പിള്ളേരുകളൊക്കെ ഓഫീസിൽ താഴെ കിടക്കണമെങ്കിൽ അങ്ങനെ കിടക്കാൻ ഡ്രസ്സിംഗ് ടേബിള് പോലീസാണ് ഇത്. സാധനങ്ങളെല്ലാം വെക്കാൻ നിൽക്കിയിട്ടുള്ള അലമാരിയും കാര്യങ്ങളും. ഞങ്ങള് പകലൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. നൈറ്റ് ഇത് പുള്ളിലത്തെ നൈറ്റ് ട്യൂഷൻ കണ്ടില്ലെങ്കിൽ കൊള്ളിലാണ്. ബാത്റൂം കൂടെ അത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബാത്തും ടോയ്ലറ്റും സംഭവങ്ങള്. പിന്നെ ഇതാ ഇവിടെ ചെറിയ ചെറിയ വിൻഡോസ്. തണുപ്പിന്റെ തണുപ്പാണ് ഇതിനുള്ളിലേട്ടാ അല്ലേ? ഫുൾ തണുപ്പല്ലേ? ഇതൊക്കെ തൊട്ട് കഴിഞ്ഞാ ഫുൾ തണുപ്പാണ്. പുറത്ത് കണ്ട പുറത്ത് മിക്കവാറകത്തല്ല നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അവിടെ പുറത്തൊക്കെ ഇരുന്ന് ക്യാമ്പ് ഫയർ സംഭവങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ പോയിരുന്ന് ചില്ലൊക്കെ കഴിക്കാം. ഓരോ കോട്ടേജിനും ഓരോ പേരാണോ? ആർദ്രയാണോ ഇത്? അറോറ. നമ്മൾ അറോറയാണ് കഴിച്ചത്. നമുക്ക് അറോറ ഓരോന്നിനും ഓരോ പേരാണ്. ഏതൊക്കെ പേരുകളാ? നാളെ ഇനി നാളെ ഇവിടെ വരെ എത്തി വരെ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇവിടെ ക്യാമ്പ് ഫയർ തുടങ്ങി ഗൈസ്. എൻജോയ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ കഴിച്ചത്തെ നമ്മുടെ നൈറ്റ് ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. നൈറ്റത്തെ ഫുഡ് വന്നിട്ടുണ്ട്. അതെ, ബിരിയാണി, ഫ്രൈഡ് റൈസ് വന്നു പറഞ്ഞിരിക്കുന്നത്. ഒരു മിക്സഡ് ഫ്രൈഡ് റൈസും, ഒരു ബിരിയാണി, ചിക്കൻ ഫ്രൈഡ് റൈസും, ഒരു ബീഫ് ബിരിയാണി, ബീഫ് ബിരിയാണി, പിന്നെ സലാഡ്. അതെ, പിന്നെ 3 ജ്യൂസും. അപ്പു ആദ്യക്ക് കോട്ട് എടുക്കാൻ പോയേക്കാം. നമ്മുടെ ചിമ്പൂത്തെ വീട്ടിൽ കിടക്കുന്ന ചിമ്പുവിന് അവൻ്റെ ഓവർക്കോട്ടും ബെഡ്ഷീറ്റൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചിമ്പു ഇവിടെ നോക്കിയിരിക്കുകയാണ്. നമ്മൾ പുറത്തിറക്കി കുറേ നേരം ചില്ലാക്കി നടത്തിയായിരുന്നു. അവൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം അവൻ ചെയ്ത്. പക്ഷെ ഫുഡ് നമ്മൾ കൊടുത്തിട്ടാണ് സങ്കടമായിട്ടിരിക്കുക. അതെ, ഇവിടെ ഒരാൾ ചുരുണ്ടു. നല്ല തണവുണ്ട്. അപ്പോൾ ആദ്യം ഓവർക്കോട്ട് റൂമിലാണ് എടുക്കാൻ പോയിക്കാണ്. അപ്പോൾ ക്യാമ്പയിന് ശേഷമാണ് ഫുഡ് ഓർഡർ എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ടൈം പറഞ്ഞാൽ ആ ടൈമിൽ ഫുഡ് അവരാക്കി തരും. നമ്മുടെ റൂമിലേക്കല്ല, ഇവിടെ വന്ന് നല്ല തണുപ്പുണ്ട് കേട്ടോ ഗൈസ്. നല്ല തണുപ്പുണ്ട് ഗൈസ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഐസായിട്ട് മരം ആദ്യമൊക്കെ വിരലൊക്കെ ഉള്ളിലേക്ക് പിടിച്ച് ഉള്ളിലേക്ക് ഇട വിരലൊക്കെ സമയത്ത് ഉണ്ടായതിനേക്കാളും തണുപ്പായി. ഭയങ്കര തണുപ്പായി. ഓരോ സെക്കൻഡ് വെച്ച് പോകുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുക. അപ്പു വരുന്നുണ്ട്. കോട്ടെടുത്ത് അത് ഇട്ടിട്ട് അവൻ്റെ തലയിൽ ആ കോട്ടിട്ടിട്ട് അവനൊരു കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ആക്കണം. അതെ, എന്നിട്ട് ഞങ്ങൾ കഴിക്കണം ഫുഡ്. അത് കഴിഞ്ഞിട്ട് പോയി ബ്ലാങ്കറ്റിനുള്ളിൽ ചുരുണ്ട് കൂടണം. കൂടി നാലാളും കെടുക്കും. ഒന്നും പറയാനില്ല. ഈ കട്ടിലേക്ക് ഇപ്പൊ ഞങ്ങൾ 4 ആൾ കിടക്കുന്നുണ്ട്. ആദ്യത്തെ ഇവിടെ സ്പേസ് ഉണ്ട്. ആദ്യം എന്തായാലും മാറ്റിന്ന് ഇറങ്ങി കിടക്കില്ല, ഇനി ഇങ്ങനെ കിടക്കണം. അവൻ തണുപ്പ് വന്ന വശം കയ്യൊക്കെ ചുരുട്ടി എൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇങ്ങനെ ഒട്ടിങ്ങി കുളിയിൽ കിടന്നതാ. പിന്നെ അവ ഇറങ്ങിയിട്ടില്ല എത്ര നേരമായിട്ട്. പിന്നെ ഒരാളെ നാളെ കാലത്ത് 4 മണിക്ക് കേട്ടിട്ട് എക്സസൈസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാട്ടാ. എക്സസൈസ് ചെയ്യും, മറ്റേ യോഗ ചെയ്യും, പിന്നെ അപ്പുറത്ത് പോയിട്ട് ഈ സമയത്ത് തന്നെ തലേ കൂടെ സാധനം കെട്ടിട്ടേ ഞാൻ കാലത്ത് എണീക്കുമ്പോ എന്നെ വിളിച്ചാ മതി. എന്നിട്ട് പറയാ ആദ്യം എന്നെ വിളിപ്പിക്കുന്നു വന്നത് അമ്മാതിരി തണുപ്പ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇവിടുത്തെ എന്റെ മക്കളെ കൊണ്ടാണ് നല്ല തണവാണ്. പിന്നെ അപ്പുറത്ത് വേറൊരു ബെഡ് കൂടി ഉണ്ട് എക്സ്ട്രാ. കിട്ടണ എന്താണെന്നറിയോ, ഞങ്ങളുടെ 4 പേരില് ഓരോരുത്തര് ഓരോ മറ്റേ സ്പോർട്സിന് പോണ കാരണം ഒരാള് ചിലപ്പോ അവിടെ നിന്ന് ചവിട്ട് അടുത്ത ആൾ ഇങ്ങോട്ട് ചവിട്ടും, പിന്നെ ഞാൻ വീഴാൻ വേണ്ടിട്ട് മാത്രം ഞങ്ങള്. നിങ്ങള് 3 പിള്ളേരുള്ളവരൊക്കെ വരികയാണെങ്കിൽ സുഖാണെന്ന്. അല്ല, 3 പിള്ളേരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വേറെ അവര് മറ്റേ മുകളിലേക്ക് അങ്ങനത്തെ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റപ്പ് ഒക്കെ ഇട്ടുണ്ട്. നമുക്കിത് എക്സ്ട്രാ ഒരു ബെഡ്, ബ്ലാങ്കറ്റ്, പില്ലോ ഇത് റമീസ് അവിടെ പുറത്തു നിന്നപ്പോ ആദ്യം തണുക്കണപ്പോ വേഗം ഒരു ബ്ലാങ്കറ്റ് എടുത്തു, ബ്ലാങ്കറ്റും കൂടി തന്നു. പിന്നെന്താ പറയാ, പിന്നെ കോട്ടൊക്കെ ഇടുമ്പോൾ നമ്മൾക്ക് തണുപ്പ് നിൽക്കുക. നമ്മളെ കൈയൊക്കെ ഇങ്ങനെ ഐസ്. നമ്മളിപ്പോൾ ഇത്രയും നാള് വേർതൊഴുകിയിരുന്നിട്ട് ഇപ്പൊ എന്താ പറയാ, നമുക്ക് ശരിക്കും സത്യം പറയാൻ വെച്ചാൽ AC വേണ്ട, ഫാൻ വേണ്ട. ഇപ്പൊ ഇവിടെ നോക്കിയപ്പോ 18-16 ഡിഗ്രി ഉള്ളു. അതായത് 8 മണി 9 മണി സമയത്ത് നോക്കിയപ്പോ. ഇനി അതൊരു 1 മണി അല്ലെങ്കിൽ ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴേക്കും അത് 13-10 ആവും. ആ സമയത്തൊക്കെ കിളി മാറും. വെള്ളം തൊട്ടപ്പോഴാണ് ശരിക്ക് അയ്യോ ഞാൻ ശരിക്കും ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ. പിന്നെ നമ്മുടെ ചിമ്പുനെ അപ്പൊ ആ സമയത്ത് ഫോൺ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇനി മറ്റേ ചിമ്പുനെ റമീസ് കുറെ കളിപ്പിച്ച് കുറെ ട്രെയിനിങ് ചെയ്യിച്ച് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ചിമ്പുന് നമ്മൾ ആദ്യമായിട്ട് കൂട്ടിലിട്ട് സങ്കടവനുണ്ട്. നമ്മള് അവിടെ തൊട്ടപ്പുറത്തൊക്കെ ജിമ്മിയും പെപ്പറും അവിടെ ഉണ്ട്. ചിമ്പു ആദ്യമായിട്ടല്ലേ കൂട്ടിൽ കിടക്കുന്നത്. അപ്പൊ ചിമ്പുമായി കണ്ണ് നിറഞ്ഞു ഒഴുക്കണ്, സങ്കടം നിക്കണില്ല. നമ്മുടെ കൂടെ ബെഡിൽ ഇവിടെയല്ലേ കിടക്കാറ്. അപ്പൊ ഞങ്ങൾ ചോദിച്ചവരോടത്ത് ഇവിടെ കിടന്നത്. പക്ഷെ അത് അങ്ങനെ അലൗഡ് ചെയ്ത എല്ലാവരും അങ്ങനെയാവില്ല. അപ്പോൾ അത് ആ കേജ് ഉണ്ട് അവർക്ക്. എന്തായാലും അത് സേഫായി നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ കേജില്ല. അപ്പൊ അതിന് പുറത്തൊക്കെ നമ്മൾ ഇടക്കിടക്ക് പോയിട്ട് ഇറക്കുന്നത് മിക്ക സ്ഥലങ്ങളിലൊന്നും അലൗഡ് അല്ല. അതെന്താണെന്നറിയോ, റമീസ് ഒരു പെറ്റിന്റെ ആളാണ്, പെറ്റ് ലവറാണ്. അപ്പൊ അവൻ ആ പെറ്റ് ലവേഴ്സിന്റെ ഒരു മൈൻഡ് അവർക്ക് അറിയാം. നമ്മുടെ മക്കളെ പോലെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ പെറ്റുകൾ മൊത്തം
എല്ലാവരായിട്ടും റമീസ് നല്ല മിംഗ്ലിംഗ് ആണ്. എല്ലാവരും ഏത് ഇപ്പോൾ ഒരാള് വന്നാലും അവരെ കുറയ്ക്കുക അങ്ങനത്തെ ഒന്നല്ല. പക്ഷെ പുറത്തുനിന്ന് എന്തെങ്കിലും മൃഗങ്ങളോ അങ്ങനത്തെ വരാതിരിക്കാനായിട്ടുള്ള കാട്ടുപന്നി അങ്ങനത്തെ വരിക മീൻസ് ഇതിന്റെ അപ്പുറത്ത് കൊടൈക്കനാലാണ്. നമ്മുടെ ഈ കോട്ടേജിന്റെ ഇവിടെ നിന്ന് അപ്പുറത്ത് മല കൊടൈക്കനാലാണ്. അപ്പൊ അതായത് ഇവിടെ നിന്ന് ജസ്റ്റ് നടന്നു കഴിഞ്ഞാൽ കൊടൈക്കനാലിലേക്ക് നമുക്ക് പോകാൻ പറ്റും. മല വഴി മല കയറി പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ അതില് മൃഗങ്ങള്. അപ്പൊ അവരൊക്കെ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കാരണം ഡോഗ്സ് ഒക്കെ ഇങ്ങനെയുള്ള കാരണം ഫുൾ അലേർട്ടാണ് അവര്. അപ്പൊ ഇവിടുത്തെ ഡോഗ്സ് ആൾക്കാരായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. മൃഗങ്ങളെ ഒരാളെ ഇവിടെ വളർത്തുന്ന ഡോഗ്സിനെ അയച്ചിട്ട് അവര് ഒക്കെ നടന്നു പോകുമ്പോൾ മറ്റു വലിയ അത് പ്രശ്നമില്ല. അവര് മറ്റേ പുറത്തുനിന്ന് തന്നെ മൃഗങ്ങളെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അലർട്ടായിട്ട് നമുക്ക്. ഇപ്പൊ മറ്റേ വേറെ അവിടെ കുറെ സ്റ്റാഫുകൾ ഉണ്ട് കേട്ടോ. 10-12 പേരൊക്കെ ഉണ്ട്. അപ്പൊ അവരിലത്തെ ഒരാള് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടുത്തെ തണുപ്പൊന്നും പോരെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഒരു സ്കൂട്ടി ബൈക്ക് എന്തെങ്കിലും എടുത്തിട്ട് ഒരു റൗണ്ട് അടിച്ചാൽ മതി. അതുകൂടി നമ്മള് കല്ലായിട്ട് വരുന്നു. ഞങ്ങള് പറഞ്ഞ അയ്യോ വേണ്ടേ, ഞങ്ങള് ഐസായിട്ട് ആദ്യം ചുരുണ്ടി തുടങ്ങി. പക്ഷെ ആദ്യം കോട്ടിടാൻ സമ്മതിച്ചില്ലേ. പിന്നെ ഇവിടെ പിന്നെ വരുമ്പോൾ ബ്ലാങ്കറ്റ് ഒക്കെ റീൽസ് വേറെ എക്സ്ട്രാ പിന്നെ തന്നുണ്ട്. അപ്പൊ അതൊക്കെ വിളിച്ച് അവനിപ്പോ ഇങ്ങോട്ട് എടുത്തു. പിന്നെ അതിന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ പിന്നെ നമ്മുടെ ലൈറ്റുകളുണ്ട്. ക്യാമറ തിരിച്ച് ഞങ്ങളെല്ലാം ഇട്ടിട്ടൊന്നുമില്ല. 2 വീഡിയോ എടുത്താൽ പിന്നെ ഈ 2 നിർത്തിയിട്ട് ആറ്റം തുറന്ന് മഞ്ഞ് ചോണ തുടങ്ങിയില്ല. നല്ല വൈബാട്ടോ. വൈബ് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയായിരിക്കും. പിന്നെ അല്ല നമ്മളെന്താന്നറിയോ, നമ്മളെടുത്ത കോട്ടേജ് അങ്ങനെ ആക്കാനുള്ള കാരണം നമ്മൾ ഓൾറെഡി സിമെന്റ് കൂടിനുള്ളിൽ വരുന്നത്. അയ്യോ, അപ്പോ അതിനെ വിട്ട് വേറൊരു ലെവലിലേക്ക് എത്താനും വേറൊരു അറ്റ്മോസ്ഫിയറിലേക്ക് വരാനും പറ്റിയൊരു സ്ഥലമാണ്. വേറെ കുറെ കോട്ടേജും റിസോർട്ടും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വീട് പോലെ തോന്നും. അതുപോലെ പുറത്തേക്ക് നോക്കിയാലും കെട്ടിടങ്ങളും കുറെ കാര്യങ്ങളൊക്കെ. ഇതങ്ങനെയല്ല, ഇത് ജംഗിളാണ്. ഇത് ശരിക്കും കാടിന്റെ ഉള്ളിൽ താമസിക്കുന്ന ആദിവാസികൾ ഞങ്ങൾക്ക് പറ്റിയതാണ് ഗൈസ്. നാളെ വള്ളിമ തൂങ്ങി. പിന്നെ ഈ ഇതിന്റെ ഓണർ നല്ല ഭയങ്കര ഒരു വൈബിലാണ്, ചില്ലാണ്. നമ്മളെല്ലാവരും നല്ല ഒരു വൈബിൽ തന്നെ. സ്റ്റാഫുകളാണെങ്കിലും എല്ലാവരും. ഇപ്പൊ നമ്മുടെ കൂടെ ക്യാമ്പ് ഫയറിനുണ്ടാകണം. അവന്റെ പേരെന്താ? അവനാണെങ്കിലും നമുക്ക് ഫുഡ് തരുന്നവരാണെങ്കിലും കയ്യൊക്കെ അപ്പുതേ കമ്പൊന്ന് ചുരുണ്ട് വളഞ്ഞ്. പിന്നെ എന്താ പറയാ, നമ്മുടെ ചിപ്പൂന് അവർക്ക് ഫുഡും ഫുഡ് തന്നോട്ടെ. ചിക്കൻ ചോറ് അതില് ചിക്കനും ചോറും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ട് അവർക്ക് ഡോഗുകൾക്ക് കൊടുക്കണം. അവരുടെ ഡോഗുകളൊക്കെ നല്ല ജിമ്മന്മാരായിട്ടുണ്ട്. നമ്മുടെ ജിമ്മിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. നമ്മള് തൈര് കഴിച്ചാൽ അവന് അത് കഴിക്കും. നമ്മള് ഫിഷ് ആണെങ്കിൽ അവൻ അത് കഴിക്കും. ബീഫാണെങ്കിൽ അത് കഴിക്കാം. ഇവിടത്തെ ആൾക്കാര് ഡെയിലി നോൺ വെജ് കഴിക്കണോണ്ട് അങ്ങനത്തെ അവരത് അങ്ങനത്തെ കഴിക്കുന്നത്. അവരൊക്കെ ഇതിനു വേണ്ടി ട്രൈ ചെയ്ത് ഇതേപോലെ മിസ്റ്റൊക്കെ എന്റെ കയ്യിൽ 2 ദിവസം കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിമ്പ് 2 ദിവസം മരിക്കും. ചിമ്പൂനങ്ങോട്ട് സങ്കടം വന്നിട്ട് അപ്പയമ്മയെ കൂട്ടിലാക്കുകയും ചെയ്തു. ഈ റെമിസങ്ങൾ വന്ന് എന്തീ കാണിക്കുന്നേന്നുള്ള രീതിയിലിട്ട് നോട്ടം. പക്ഷെ വന്ന വഴിക്ക് തന്നെ ഇവിടെ ഉള്ള ഒറ്റ സ്റ്റാഫിനെയോ അല്ലെങ്കിൽ റെമിസിനൊന്നും കണ്ടിട്ട് അവൻ കുറച്ചില്ല. കാരണം അവൻ പേടിയില്ലേ. അവൻ പേടിച്ചു, ചിമ്പു പേടിച്ചു. ചിമ്പ് ആദ്യം 2 കുര കുറച്ചു. മറ്റന്മാരെ കുറെ കണ്ടപ്പോ ചിമ്പു ടീച്ചർ ഈ കുര കൊണ്ട് കാര്യമില്ല. കാരണം പിന്നെ വേറെ കുറ്റിയാണ് ചിമ്പുവിനെ കൂട്ടിയിട്ട് നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ഇവിടെ നടത്തിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകും. അപ്പൊ അതൊക്കെ അലൗഡാണ്. നമ്മൾ അറിയാലോ നിങ്ങൾക്ക്. നമ്മൾ കൂടിയില്ലെങ്കിൽ ചിമ്പു അവന്റെ ബോഡി ഹാബിറ്റ്സ് വരെ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ കൊണ്ട് നടന്ന് അവൻ്റെ പുള്ളി അവൻ്റെ അപ്പിടലും കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലിയറായി. അവൻ്റെ ബെഡ്ഷീറ്റ്, അവൻ ബെഡ് നമ്മുടെ ബ്ലാങ്കറ്റിലെല്ലാം അവൻ കിടക്കണം. അപ്പം അവൻ്റെ ബെഡ് ഉണ്ട്, ആ ബെഡ്ഷീറ്റ് ഉണ്ട്, ആ ഷീറ്റും പിന്നെ
അവന് കോട്ടൊക്കെ ഇടിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേ പട്ടികളൊക്കെ നോക്കുന്നത് സംഭവം കാണിക്കണേ നോക്കണം അവര്. അവര് അതൊന്നും ഇടാറില്ലല്ലോ. ചിമ്പ് നമ്മളെ ബ്ലാങ്കറ്റുണ്ടെങ്കിലൊക്കെ ഇടിക്കും. അമ്പോ ഇതിങ്ങട് കുറച്ച് ഇങ്ങട് തരാൻ ചപ്പു. എന്നിട്ട് പിന്നെന്താ പറയാ, അതിനോട് പതുക്കെ കഴിച്ചോക്കാം. ഞാൻ മൊബൈൽ ഓഫ് ചെയ്യണം. ഞങ്ങൾ വീഡിയോ എടുത്തത് കിടന്ന് വെച്ചിട്ട് അതിന് കിടന്നു. പിന്നെ എന്നിട്ട് നല്ലൊരു വൈപ്പ് അങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെ. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ പങ്കെടുത്തില്ല. നാളെ എണീച്ചിട്ട് ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റില്ല, എവിടെ പോകാൻ പറ്റില്ല. നാളെ നമ്മൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിക്കാം. നമ്മൾ ഇതാണ് ശരിക്കും ഇപ്പോൾ ഞങ്ങൾ വന്ന ദിവസത്തെ നൈറ്റ് കാര്യങ്ങൾ. ഞങ്ങൾ വന്നത് തന്നെ ഒരു 6 മണി 6:15 ആ സമയമായിട്ടാണ്. അപ്പൊ ആ ഇരുട്ടത്ത് ആ വന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണത്. നാളെ നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ഉണ്ട്. അപ്പൊ നാളെ നമ്മൾ മോർണിംഗ് തൊട്ടുള്ളത് നമ്മൾ കാണിച്ചു തരാം. അതേപോലെ ഈവനിങ് ആകുമ്പോൾ ബാക്കിയുള്ള സ്റ്റാഫുണ്ട്. ഞങ്ങൾ മോർണിംഗ് തന്നെ എല്ലാവരും കാണിക്കുമ്പോൾ കാണാലോ. അതെ അതെ അതെ. രാവിലെ ഒന്നും കൂടി എല്ലാ കാര്യങ്ങളും അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ നാളെ എനിക്കെന്താ എപ്പോഴാണ് അപ്പൊ പറയാനാ പറഞ്ഞത്. അതെന്തായാലും നന്നായി. ചില സ്ഥലങ്ങളിൽ 5 മണിക്ക് ഇവിടുന്ന് അങ്ങനെയൊന്നും പറ്റില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അല്ല, അതെന്തായാലും ഇവിടെ നടക്കില്ല. കാരണം അത്ര നമ്മള് അവിടത്തെ വീട്ടിലിരിക്കുന്ന പോലെ അല്ല ഇവിടെ. ഇവിടെ വന്നപ്പോ നമുക്ക് ഉറങ്ങാൻ അതെ. സത്യം പറഞ്ഞാൽ നമുക്കിപ്പോ ചാനലുള്ളതുകൊണ്ടായില്ല നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അതല്ലെങ്കിൽ റിലാക്സ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതിയായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ ഇവിടെ വന്നപ്പോ നമ്മള് കോഴിക്കോട് കാസർഗോഡുള്ള ഫാമിലിനെ കണ്ടു. മറിയം, പിന്നെ അവന്റെ പേര് മാമി, മറിയം മാമ്പി ഫാമിലി, ചാപ്പി മാമ്പി മറിയം, പിന്നെ അവരുടെ ഉമ്മയും അവരുടെ പേര് പിന്നെ മമ്മൂസും ചെറുത് മമ്മൂസ്. അപ്പൊ അവർക്ക് ആ ഒരു ഫാമിലിക്ക് പരിചയപ്പെട്ടു. കൺഫയറിൽ വെച്ചിട്ട് അവര് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു വൈബ് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ആരും കൂടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരും കൂടി നമ്മുടെ ഇതിലേക്ക് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അവര് ഓക്കെ ചില്ലായി. അവർക്ക് ആ ഫാമിലിക്കും ഒരു ആയി. പിന്നെ അങ്ങനെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി നാളെ കേട്ടാ. എല്ലാം പറഞ്ഞു തീർത്താ വേറെ ഉണ്ട്. അപ്പു സൈഡായി. പിന്നെ ഗൈസ് ഞങ്ങൾ ഇന്ന് വരുന്ന വഴിക്ക് കുറെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തടസ്സം വെച്ച് കഴിഞ്ഞാൽ ടയർ പഞ്ചറായി. അങ്ങനെ വന്ന അവിടെ കിടക്കാൻ. അതെ, അത് കാരണമാണ് കുറെ ലേറ്റ് ആയി. അല്ലെങ്കിൽ ഞങ്ങൾ 2 മണി 3 മണിയാകുമ്പോ എത്തിയാണ്. പകല് തന്നെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നു. പകല് വരുമ്പോ ഒരു 3 മണി 4 മണി സമയത്ത് വന്ന് ചായ കുടിച്ച് കുറച്ചേരം ഇവിടെ റൗണ്ട് അടിച്ച് നടന്ന് അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അത് പണി പാളി കഴിച്ചു. പിന്നെ അപ്പൊ കുറെ തടസ്സങ്ങള്. പിന്നെ അതേപോലെ ഇവിടെയൊക്കെ മൂന്നാർ ഈ ഭാഗത്തൊക്കെ റോഡ് പണി നടന്ന കാരണം റോഡൊക്കെ ഭയങ്കര ഇതായിട്ട് കിടക്കായിരുന്നു. അങ്ങനെ കുറെ ടൈം പോയി. പിന്നെ അങ്ങനെ പയ്യെ. പിന്നെ അതേപോലെ ATM കാർഡ് ഇന്നത്തെ ദിവസം മറ്റേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. അത് ഞങ്ങൾ അതറിഞ്ഞില്ല. കാരണം ഇന്നലെ വരെ നമ്മൾ ഉപയോഗിച്ചതാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. അപ്പൊ എന്നിട്ട് അതിൽ എടുത്തിട്ട് പൈസ കിട്ടുന്നില്ല. അപ്പൊ നമ്മളെ മനസ്സിൽ പിന്നെ വണ്ടിയിൽ പോണ വഴിയിൽ ഫാസ്റ്റായിട്ട് ഓപ്പോസിറ്റ് എയർപോർട്ടുകളൊക്കെ അതൊക്കെ വരുമ്പോ നമ്മൾ ശ്രദ്ധിച്ച് പിടിച്ചോണ്ട് മാത്രം കാര്യമില്ല. അവിടെ വരുന്ന എടുത്ത് കാണാൻ വന്നാലും രസമാണ്. പിന്നെ ആദ്യം വണ്ടി വരുന്ന വഴികള് മൂന്നാറിന്റെ ഭാഗത്തെ വഴികളൊക്കെ ചെറിയ വഴികളാണ്. അപ്പൊ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ വരിക. ഇങ്ങോട്ടേക്ക് വരേണ്ട സാധനങ്ങളൊക്കെ ഞാൻ നാളത്തെ വ്ളോഗിലിടാം. കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ് ഓണറെ കൊണ്ടൊക്കെ സംസാരിച്ച് ഞങ്ങൾ നാളത്തെ വ്ളോഗിലിടാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ദിവസം വന്നാൽ മതി. വൺ ഡേ ട്രിപ്പിനൊക്കെ നമ്മുടെ നാട്ടിലത്തെ. ഇപ്പൊ അതായത് ഇവരൊക്കെ വന്നിട്ടുള്ളത് കാസർഗോഡിൽ നിന്നാണ്. 13-14 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അവരുടെ മകല്ലേ അവൻ ഫ്രണ്ട്സായിട്ട് വന്നിട്ടുണ്ട്. മുന്നേ വന്നപ്പോൾ എക്സ്പീരിയൻസ് കണ്ടിട്ട് അവന്റെ ഫാമിലിനെ കൊണ്ടുവന്നതാണ്. അപ്പൊ ആലോചിക്കാൻ 13-14 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് അവരിങ്ങോട്ട് വന്നേക്കണം. അപ്പൊ ഇവിടെ നമ്മള് തൃശ്ശൂരോ അല്ലെങ്കിൽ കുറെ ആൾക്കാർക്കൊന്നും ഈ വട്ടവട എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലം ഒന്നും അറിയില്ല. കാരണം മൂന്നാർ വരെയാണ് എല്ലാവർക്കും അറിയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് കുറെ ആൾക്കാർക്കൊന്നും അറിയില്ല. ഞങ്ങൾ തന്നെ പറഞ്ഞപ്പോ ഇത് ഏതാ സ്ഥലം എന്ന് ചോദിച്ചേ, എങ്ങനെയുണ്ട് കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചേ.
അപ്പോൾ അത് കാരണം നിങ്ങൾ ഈ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി ഒരു ദിവസം 1 ഡേ ട്രിപ്പൊക്കെ ചെയ്യാൻ പറഞ്ഞ ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്ത് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റും. ഈ അതെ കിട്ടില്ല വൈബാണ്. കിട്ടില്ലാനായിട്ട് ഫാമിലിക്ക് റിലാക്സ് കിട്ടുന്നൊരു. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് നിങ്ങൾക്കറിയാം പൊതുവെ ആളുകൾ എത്രത്തോളം ഭയങ്കര സ്ട്രെസ് ലൈഫാണ്. ഒന്നിനും സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ കാര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സ്ഥിരമായിട്ട് ഞാനൊക്കെ ശരിക്കും പടാവും. വിച്ചുവിനെ എനിക്കൊന്നും ഉറക്കമില്ലാതെ ജീവികളാണ്. വിച്ചു ഓഫീസിൽ നിന്ന് വന്ന് വൈകുന്നേരം വന്നതിന് ശേഷമൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഒരുപാട് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും അപ്ലോഡ് വീഡിയോ മാത്രല്ല വർക്കിന്റെ ആണെങ്കിലും വർക്കിന്റെ ആവശ്യങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്, ആ വർക്ക് ചിലപ്പോൾ പുലർച്ചെയായിരിക്കും ചിലപ്പോൾ കഴിയുക, പാതിരയ്ക്കായിരിക്കും കഴിയുക. അത് കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയപ്പോൾ നമുക്ക് സ്ട്രെസ്. അപ്പോൾ ഒന്ന് റിലാക്സ് ആവാൻ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ഇനിയും ഒരുപാട് പേര് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളിത് ആഗ്രഹിച്ച് വരുമ്പോഴേക്കും നിങ്ങൾ മാപ്പട്ടേക്ക് മുമ്പ് രണ്ടാളും പിള്ളേർക്ക് ആരും കേൾക്കണം, നിങ്ങളൊന്ന് റിലാക്സ് ആവുന്ന സമയമാണ്. അതേപോലെ അപ്പൂന് മുടക്ക് ആദിക്ക് ഇത് ഇങ്ങനത്തെ ഇത് ആദ്യമായിട്ടാണ്. സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ലൈഫും അങ്ങനെ അപ്പൂന് മുടക്കായിട്ട് ഒരു സ്ഥലത്തേക്ക് പോലും പോയിട്ടില്ല. എവിടെയും പോവുകയൊന്നും ചെയ്തില്ല. അവനും പരീക്ഷയുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ഒരു ദിവസം വന്ന് നിന്ന് അടിച്ച് പൊളിച്ച് ജസ്റ്റ് നമ്മൾ പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണൊക്കെ അടിച്ച് നൈസായിട്ട് പൊട്ടിച്ച് വീഡിയോ ഒക്കെ കാണുക. ഇനി നാളെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ ഇടാം. അപ്പം നിങ്ങൾ അതും കൂടി കണ്ട് അടിപൊളിയായിട്ട് പോവാം. രൂപക്കൂട് ഉറങ്ങി, രൂപക്കൂട് നൈസായിട്ട് പോയി കയ്യിൽ നിന്ന്. അപ്പോൾ ഗൈസ്, അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം കേട്ടാ. അപ്പോൾ കിട്ടില്ല സ്ഥലം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഞാൻ പൊന്നിനോട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ട്. അതെ, അത് നാളെ അതിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ മോർണിംഗ് ടൈമിൽ എടുത്ത് കാണിച്ചിരുമ്പോൾ അതിൽ പേരും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഗൈസ്, നിങ്ങൾ മുടങ്ങാതെ നമ്മുടെ വീഡിയോസ് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട് മറ്റുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക, വീഡിയോ അയച്ചു കൊടുക്കുക, അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും വരിക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും coming with a new video.